നിങ്ങൾ വളരെ നല്ലവനായ വ്യക്തിയാണ്. അതുപോലെ ഏത് സമയത്തും മറ്റുള്ളവരെ സഹായിക്കാൻ റെഡിയുമാണ്. പക്ഷേ നിങ്ങൾ പലപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികൾ പോലും നിങ്ങൾക്ക് തിരിച്ച് ആ വാല്യൂ നിങ്ങൾക്ക് തരാറില്ല. പകരം അവർ നിങ്ങളെ കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയേറെ മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്തിട്ട് അവർ എന്നോട് തിരിച്ച് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഗുഡ് പീപ്പിൾ കൂടുതലായി ഹേർട്ട് ആകുന്നത്, പീപ്പിൾ പ്ലീസിംഗ് സൈക്കോളജി എന്താണ്, എന്തുകൊണ്ടാണ് ചില ആളുകൾ നിങ്ങളുടെ കൈൻഡ്നെസ്സിനെ ദുരുപയോഗം ചെയ്യുന്നത്, അതുപോലെ സെൽഫ് റെസ്പെക്ട് പ്രൊട്ടക്ട് ചെയ്യാൻ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാമോ, നല്ലവരായ ആളുകൾക്ക് ഒരു നല്ല ക്വാളിറ്റി ഉണ്ട്. അവരെപ്പോഴും മറ്റുള്ളവരെ സഹായിക്കും. അവർ ഏത് സമയത്തും മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ സന്നദ്ധരായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് നോ പറയാൻ അറിയില്ല. പക്ഷേ ഈ സെയിം നല്ല ക്വാളിറ്റി അവരെ പല ബുദ്ധിമുട്ടുകളിലും അകപ്പെടുത്താറുണ്ട്. അതുപോലെ പീപ്പിൾ പ്ലീസിംഗ് സൈക്കോളജി എന്താണെന്ന് നോക്കാം. പീപ്പിൾ പ്ലീസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളെ ഇഗ്നോർ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. അവർ എന്താവശ്യപ്പെട്ടാലും നോ പറയാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ആണെങ്കിൽ കൂടെയും നമ്മൾ അത് ചെയ്തു കൊടുക്കുക. അതാണ് പീപ്പിൾ പ്ലീസിംഗ്. അതായത് നമുക്ക് അവരുടെ ഒരു വാലിഡേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ അവർ നമ്മളെ തെറ്റിദ്ധരിക്കരുത്, അവർ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ട്. ഇതെല്ലാം ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബാല്യകാലത്തുള്ള അനുഭവങ്ങളിലൂടെ കിട്ടിയതാവാം. ബാല്യകാലത്ത് നമ്മൾ പലപ്പോഴും കേട്ട് വളരുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കണം, അവരോട് നോ പറയാൻ പാടില്ല, മറ്റുള്ളവരിൽ നിന്നും സ്നേഹം ലഭിക്കുവാൻ എപ്പോഴും അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരു കണ്ടീഷനിങ് ആയിട്ട് കിടക്കുകയാണ്. ഇത് നമ്മൾ മുതിർന്നപ്പോഴും ഈ കണ്ടീഷന് ഉള്ളത്, ആ ഒരു പാറ്റേൺ നമ്മൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നാം എപ്പോഴും നമ്മുടെ ആവശ്യങ്ങളെ ഇഗ്നോർ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നോ പറയാൻ നമുക്ക് പറ്റാത്തത്. ഒരു യഥാർത്ഥ സത്യമുണ്ട്, ഈ ലോകത്തുള്ള എല്ലാവരും നിങ്ങളെ പോലെ എമ്പതറ്റിക് ആവണം എന്നില്ല. കാരണം ചില ആളുകൾ വളരെയധികം മാനിപ്പുലേറ്റീവ് ആണ്, സെൽഫിഷ് നേച്ചർ ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ബൗണ്ടറീസ് ഇല്ലാതെ അനുകമ്പ ഉള്ള വ്യക്തികളെ കണ്ടുപിടിക്കുവാൻ ഈസിയാണ്. അവർ അങ്ങനെയുള്ള വ്യക്തികളെ വളരെയധികം ചൂഷണം ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിഹേവിയറിൽ ഈ ചില സൈനുകൾ ഉണ്ടാവാം. അതായത് നിങ്ങൾ എപ്പോഴും അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, അതനുസരിച്ച് അവർ നിങ്ങൾക്ക് തിരിച്ചു തരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കണം, അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിലും യെസ് എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ ഇമോഷണലി ഡ്രെയിൻ ആവുകയും ടയേർഡ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു ചെറിയ സെൽഫ് അവയർനെസ് പ്രാക്ടീസ് ചെയ്യാം. അതായത് നെക്സ്റ്റ് ടൈം ആരെങ്കിലും നിങ്ങളോട് ഒരു ഹെൽപ്പ് ചോദിച്ചാൽ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്യുക. അതിനുശേഷം ആലോചിക്കുക, ജെന്യൂൻ ആയിട്ട് നിങ്ങൾ ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ, അതോ കുറ്റബോധത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരെ പ്ലീസ് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യത്തിൽ നിന്നാണോ ആ യെസ് എന്ന് പറയാൻ പോകുന്നത് എന്ന്. അപ്പോൾ അത് ആലോചിച്ചതിനു ശേഷം നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ആൻസർ കൊടുക്കുക. അതുപോലെ മറ്റൊരു കാര്യം, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ടൈമിന്, നിങ്ങളുടെ പ്രയോറിറ്റിക്ക് ഒരു വാല്യൂ കൊടുക്കുക. ഒരു ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നോ എന്ന് പറയേണ്ടുന്നിടത്ത് നോ എന്ന് പറഞ്ഞ് ശീലിക്കുക. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി പതുക്കെ മറ്റുള്ളവരും നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ എപ്പോഴും ഓർക്കുക, കൈൻഡ്നെസ് എന്ന് പറയുന്നത് ഒരു മനോഹരമായ ഒരു ക്വാളിറ്റിയാണ്. ആ കൈൻഡ്നെസിന്റെ കൂടെ വിസ്ഡം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഇമോഷണൽ പെയിനിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു പരിജ്ഞാനം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതായത് എപ്പോൾ ആരെ എവിടെ വെച്ച് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു വിസ്ഡം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ യെസ് എന്ന് കമന്റ് ഇടാം. അതുപോലെ തന്നെ സൈക്കോളജി ബേസ്ഡ് ഹീലിംഗിനായിട്ട് ഹീലിംഗ് ഏജൻസി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.